എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങളൊരു പുതിയ സാധനമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഡിപ്പ് ഇറിഗേഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്. അപ്പം നമ്മുടെ ഗാർഡനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഗാർഡനിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. അപ്പം നമ്മളൊരു 2-3 ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. അവരിടയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒഴിക്കും. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് വെജിറ്റബിൾസിനൊക്കെ വെള്ളം ഒഴിച്ചു വന്നതല്ലേ. അത് കണക്ക് തന്നെ ഇതിന് റെഗുലർ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താലേ അത് നല്ലപോലെ വളരുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എല്ലാം ഉണങ്ങിപ്പോയിരിക്കും. അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള എന്താ പറയാ, സമയം വളരെ കുറച്ചല്ലേ ഉള്ളൂ. എല്ലാവരും ഓടി നടക്കുന്ന സമയമല്ലേ. അപ്പം അവര് ഇടയ്ക്ക് വന്ന് നനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു ചെറിയ ഒരു ഡിപ്പ് ഇറിഗേഷൻ ഒന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഞങ്ങളിവിടെ ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം കണ്ടോ, ഇത് 3 സാധനമുണ്ട് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് 3 എണ്ണം. അപ്പൊ ഇതിലിവിടെ ഒരു തുളയുണ്ട്. അപ്പൊ ആ തുളയിലോട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഇവിടെയോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര ഡ്രോപ്പ് വേണോന്നുള്ളത്. അപ്പൊ ഇച്ചിരി ലൂസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വീണോളും. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോട്ടില് ഈ ഭാഗത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഭാഗമാണ് നമ്മള് ഭൂമിയിലോട്ട് കുഴിച്ചു വെക്കാൻ വേണ്ടി പോണത്. ഇത് കണ്ടോ, ഇതിപ്പം കണ്ടോ വെള്ളം വന്നോണ്ടിരിക്കുന്ന കണ്ടോ. അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി സ്പീഡ് കൂടുതലാന്നല്ലേ. സ്പീഡ് ഒന്ന് മാറ്റാടാ, അഡ്ജസ്റ്റ് ചെയ്യടാ. ഓക്കെ, ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അറിയില്ല. പക്ഷെ അവര് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം അവര് വന്ന് ഇത് ഫില്ല് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു വർക്ക് ആകുമെന്ന് അറിയില്ല. ഇനി വർക്ക് ആകുവാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ കാണാം. ഞങ്ങളിപ്പം ചെടികൾക്കെല്ലാം വെച്ച് കൊടുക്കാൻ പോകും. നമ്മളൊരു 30 കോൺസ് ഇത് കണക്ക് മേടിച്ചേക്കുന്നത്. അപ്പം ജസ്റ്റ് ഇനഫ് ആയിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഒന്ന് വെച്ച് കൊടുക്കാം. എവിടെയൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വെക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇത് കണക്ട് ചെയ്യുവാണ് എല്ലാവേ. നമ്മനെ ഹെൽപ്പ് ചെയ്യുന്ന ദിവക്കുട്ടിയാണേ. അമ്മേനെ ഹെൽപ്പ് ചെയ്ത് തരാണേ. ഓക്കെ, എല്ലാം കണക്ട് ചെയ്ത് ദാനു. ഞാനുവേ വേഗം എല്ലാം എടുത്ത് കണക്ട് ചെയ്തേ. ധന്യ മാടാ, എല്ലാം എടുത്ത് കണക്ട് ചെയ്ത് പോ. ഹലോ, അതവിടെ വെക്ക്. ഇവിടെ വെക്ക്. ഓക്കെ, അവിടെ വെക്ക്. നമുക്ക് ആദ്യം എടുത്ത് വെക്കണം. വെക്ക്. ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യ. You can choose any bottle. Okay, I'll choose this one. Small one എടുക്കണ്ട, big one എടുക്ക. Okay. Mama, it's over here. വെച്ചോ? Yeah. Correct. ഇപ്പൊ ഞങ്ങള് വാട്ടർ എല്ലാം ഫിൽ ചെയ്ത് ബോട്ടിലില് ഇനി നമ്മള് നമ്മുടെ ഗാർഡനിലോട്ട് ഇത് എടുത്തോണ്ട് പോട്ടോ. അവിടെ കൊണ്ട് എങ്ങനെയാ വെക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാവേ. എടുത്തോടാ, ചുറ്റും എടുത്തോണ്ട് പോ. നമുക്ക് 4 എണ്ണം ഒരു ഗാർഡൻ ബോക്സിൽ വെച്ച് പോകാവേ. നമ്മൾ ഇങ്ങനെ വെക്കാൻ പോണത്. അപ്പം ഇതൊന്ന് ലൂസ് ആക്കി കൊടുക്കണം, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് വെള്ളം വീഴുള്ളൂ. ലൂസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര സ്പീഡ് വേണ്ട അല്ലേ. ഓരോന്നിന്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കുവാണേ. നമ്മൾ വെക്കുമ്പോൾ മേക്ക് ഷുവർ ചെയ്യണം അത് താഴോട്ട് ഡിപ്പിന്റെ ഇത് ടച്ച് ചെയ്യരുത് ഫുള്ളായിട്ട്. എന്നിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ. നേരെ നിന്നാ മതിയായിരുന്നു. കാറ്റ് വന്നടിച്ച് താഴെ വീഴിച്ചു. എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. പിന്നെ നമുക്ക് വേറെ മാർഗം ഇല്ലാത്ത കൊണ്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ചെയ്ത്.
നമ്മുടെ ഡിപ്പ് ഇറിഗേഷന്റെ സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബോട്ടിൽസ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് അറിയില്ല സക്സസ്ഫുൾ ആകുമോന്ന്. അപ്പം വളരെ സ്ലോയിൽ ഡിപ്പ് വാട്ടർ ഡിപ്പായി വീഴാനുള്ള സെറ്റപ്പാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹോപ്പ്ഫുള്ളി എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ആയില്ലെങ്കിൽ ഞങ്ങളത് കാണിച്ചു തരാം. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന്. ആയെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. ബീൻസും പിന്നെ തക്കാളിയിലൊക്കെ പൂവിട്ട് കായിട്ട് വരുന്നുണ്ട്. ക്യാപ്സിക്കത്തിന് കായിട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാകളായി വരുന്നുണ്ട്. അപ്പം വിളവെടുക്കുന്ന സമയമായപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു എന്താ പറയുക ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പം പിന്നെ പിള്ളേർക്ക് ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, അപ്പം പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നോണം. ഞങ്ങൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി ഞങ്ങൾ ഉടനെ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.